മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ നെയിമിംഗ് IUPAC നോമൻക്ലേച്ചർ. IUPAC സംഘടന പ്രകാരം എങ്ങനെയാണ് ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഓർഗാനിക് സംയുക്തത്തിൻ്റെ നെയിമിംഗ് പേരുകൾ നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഉറപ്പായും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ABCD ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യനായിട്ട് മിക്കവാറും കാണാനുള്ള ക്വസ്റ്റ്യനാണ് IUPAC നോമൻക്ലേച്ചർ, IUPAC നാമകരണം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഹൈഡ്രോ കാർബണിൻ്റെ നാമകരണമാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. IUPAC നോമൻക്ലേച്ചർ പഠിക്കണമെങ്കിൽ IUPAC നാമകരണത്തിന് ഏറ്റവും ആവശ്യമായത് റൂട്ട് വേർഡ്സ് ആണ്. അതിൽ പ്രധാനമായിട്ടും 1 മുതൽ 10 വരെയുള്ള കാർബൺ ആറ്റത്തിന് കൃത്യമായിട്ടുള്ള റൂട്ട് വേർഡ്സുകൾ നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ കാർബൺ അഥവാ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 വന്നാൽ നമ്മൾ വരുന്ന റൂട്ട് വേർഡാണ് മീത്. 2 വന്നാൽ വിളിക്കുന്ന പേരാണ് ഈത്. 3 വന്നാൽ പ്രോപ്പ് എന്നും 4 വന്നാൽ ബ്യൂട്ട് എന്നും 5 വന്നാൽ റൂട്ട് വേർഡ് പെൻറ്റ് എന്നുമാണ്. 6ാമത്തെ കാർബൺ ആണെങ്കിൽ അഥവാ കാർബണിൻ്റെ എണ്ണം 6 ആണെങ്കിൽ ഹെക്സ് എന്നും, കാർബണിൻ്റെ എണ്ണം 7 ആണെങ്കിൽ ഹെപ്റ്റ് എന്നും, 8 ആണെങ്കിൽ ഒക്റ്റ് എന്നും, 9 ആണെങ്കിൽ നോണ്, 10 കാർബണാറ്റം ഉണ്ടെങ്കിൽ ഡെക്ക് എന്നും, ഇങ്ങനെ 10 കാർബണാറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് റൂട്ട് വേർഡുകൾ കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് IUPAC നോമൻക്ലേച്ചറിൻ്റെ 1ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചത് റൂട്ട് വേർഡാണ്. ആ റൂട്ട് വേർഡ് വെച്ച് നമുക്ക് എങ്ങനെ ആ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ നോമൻക്ലേച്ചർ IUPAC നാമകരണം ചെയ്യാമെന്ന് നോക്കാം. എക്സാമിന് ക്വസ്റ്റ്യൻ വരിക ഇങ്ങനെയാണ്: C3H8 എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിൻ്റെ നാമകരണം നെയിം ചെയ്യാൻ വേണ്ടി പറയും. IUPAC നെയിമിംഗ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് സ്റ്റെപ്പായിട്ട് നോക്കാം. C3H8 എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ എണ്ണം 3ഉം Hൻ്റെ എണ്ണം 8ഉമാണ്. അഥവാ കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയോട് 2 കൂട്ടിയതാണ്. C3H8 ആണല്ലോ. അപ്പോൾ ഇത് 1ാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൽക്കെയിനാണ്, ഏകബന്ധനമുള്ള സംയുക്തമാണ്. അപ്പോൾ C3H8 എന്നത് വരുന്നത് C3, കാർബണിൻ്റെ എണ്ണം 3, റൂട്ട് വേർഡ് 3. റൂട്ട് വേർഡ് 3 വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് പ്രോപ്പ് എന്നാണ്. ശേഷം അത് ആൽക്കെയിൻ അഥവാ 1ാമത്തെ കാറ്റഗറിയിൽ പെടുന്നതായതുകൊണ്ട് നമ്മളിതിൻ്റെ പേര് ANE, പ്രോപ്പിൻ്റെ കൂടെ ഒരു ANE എന്ന് പറയുന്ന വേർഡും കൂടി ചേർക്കേണ്ടതുണ്ട്. മലയാള മീഡിയക്കാർ ഐൻ എന്ന് ചേർക്കേണ്ടതുണ്ട്. ഈ പ്രൊപ്പും എയിനും കൂടി ചേരുന്ന സമയത്താണ് പ്രൊപ്പെയിൻ, ANE പ്രൊപ്പെയിൻ എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇതാണ് IUPAC നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. IUPAC നോമൻക്ലേച്ചറിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. C3H6. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണിൻ്റെ എണ്ണം 3 ആണ്, Hൻ്റെ എണ്ണം 6 ആണ്. അഥവാ കാർബണിൻ്റെ എണ്ണം 3ൻ്റെ ഇരട്ടിയാണ് Hൻ്റെ എണ്ണം 6 എന്ന് പറയുന്നത്. ഇത് 2ാമത്തെ വിഭാഗം ആൽക്കീനിൽ പെടുന്നതാണ്, ഡബിൾ ബോണ്ട് ദ്വിബന്ധനത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർബണിൻ്റെ എണ്ണം 3 ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ട് വേർഡ് എന്ന് പറയുന്നത് പ്രോപ്പ് തന്നെയാണ്. ശേഷം അത് 2ാമത്തെ വിഭാഗത്തിൻ്റെ വേർഡായിട്ടുള്ള ഈൻ എന്നും കൂടെ ചേർക്കണം. ENE സ്പെല്ലിംഗ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പ് പ്ലസ് ഈൻ ദാറ്റ് ഈസ് പ്രോപ്പീൻ എന്നാണ് വരിക, പ്രോപ്പീൻ എന്ന്. ഈൻ എന്നുള്ള വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പരിചയപ്പെടാം. കാർബണിൻ്റെ എണ്ണം 3, Hൻ്റെ എണ്ണം 4 ആണ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ എണ്ണം 3 ആണ്, അതിൻ്റെ ഇരട്ടിയായ 6ൽ നിന്നും 2 കുറച്ച 4 ആണ് നമുക്ക് ഹൈഡ്രജൻ്റെ എണ്ണം വന്നിട്ടുള്ളത്. അഥവാ ഇവിടെ നമുക്ക് പറയാം ഇത് 3ാമത്തെ കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന ആളാണ്. ഇറ്റ് ഈസ് ആൽക്കൈൻ ആണ്, YNE ആണ്. ശ്രദ്ധിക്കണം, YNE വരുന്ന സമയത്ത് റൂട്ട് വേർഡിൽ യാതൊരു മാറ്റമില്ല. ഏത് വിഭാഗമാണെങ്കിലും റൂട്ട് വേർഡ് കാർബണിൻ്റെ എണ്ണമാണ്. കാർബണിൻ്റെ എണ്ണം 3 ആണ്, പ്രോപ്പ് തന്നെയാണ്. പക്ഷേ അതിനോട് കൂട്ടാനുള്ള വേർഡ് എന്ന് പറയുന്നത്, അതിനോട് ആഡ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് 4 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിലും ഇത് 3ാമത്തെ കാറ്റഗറിയിൽ പെടുന്നതിനാൽ YNE ദാറ്റ് ഈസ് ആൽക്കൈൻ എന്നുള്ള വേർഡ് അതിൽ ചേർക്കണം. ദാറ്റ് ഈസ് പ്രൊപ്പ് പ്ലസ് YNE പ്രൊപ്പൈൻ ആണ് ചേർക്കേണ്ടത്. മലയാള മീഡിയക്കാർ ഐൻ എന്നുള്ള വാക്കാണ് അവിടെ ചേർക്കേണ്ടത്, പ്രൊപ്പൈൻ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് IUPAC നോമൻക്ലേച്ചർ കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ IUPAC നോമൻക്ലേച്ചർ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു സെക്ഷനാണ്.